എറണാകുളം ജില്ലയിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. കണയന്നൂർ താലൂക്കിലെ വിവിധ റേഷൻ കടകളിൽ വിതരണത്തിന് അരിയില്ല. വാഹന സൗകര്യമില്ലാത്തതിനാൽ അരി എത്തിക്കാനാകുന്നില്ല എന്നാണ് കരാറുകാരൻ പറയുന്നത്. റേഷൻ കടകളിൽ അരി വിതരണം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാർ സമരം പിൻവലിച്ച് ഒരു മാസമായെങ്കിലും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃക്കാക്കര എന്നിവിടങ്ങളിൽ റേഷൻ വിതരണം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. കരാറുകാർക്ക് ആവശ്യമായ വാഹന സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നമ്മുടെ കാക്കനാടുള്ള ഗോഡൌണിൽ നിന്ന് 10 വണ്ടിയിട്ട് ഒരു ദിവസം ഓടിക്കണമെന്നാണ് സർക്കാരുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. അവിടെ 1-2 വണ്ടിയിട്ടാണ് ഓടിക്കണത്. അത് തന്നെ ചില ദിവസം ഡ്രൈവറില്ല എന്ന് പറഞ്ഞ് വിതരണം പല ദിവസവും നടന്നില്ല. ഈ കാർഡ് ഉടമകളാണ് ഇതാ അവിടെ നിൽക്കുന്നത്. റേഷൻ മേടിക്കാൻ വന്നിട്ട് അരിയില്ലാത്തത് കൊണ്ട് പല പ്രാവശ്യം നടന്നിട്ട് ബുദ്ധിമുട്ടിലായ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ജില്ലയിലെ 4ഓളം താലൂക്കുകളിലേക്ക് അരി എത്തിക്കുന്നത് ഒരു കരാറുകാരനാണ്. അരി ലഭിക്കാത്തത് മൂലം സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാണ്. പല വർഷം മാറി മാറി കയറണം. ഇപ്പം ഞാൻ 2-3 റേഷൻ കട കയറി ഇറങ്ങി കഴിഞ്ഞു അരി കിട്ടാൻ വേണ്ടി. ഇത് അരി കിട്ടാതാകുമ്പോൾ ചോദിക്കുമ്പോൾ റേഷൻ കടക്കാർ നാളെ വരും ഇതെന്നാൽ മാത്രമേ പറയാറുള്ളൂ. ഈ രീതി പോവുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയെന്നാണ് കണയന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ വിശദീകരണം. വാഹനം കുറവായിരുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ മഴയുമായിരുന്നല്ലോ, പരിഹാരമായിട്ടുണ്ട്. ഇന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് നാളെ ഇങ്ങോട്ട് വിതരണം പൂർത്തിയാവും. അരി വിതരണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുന്നത് കാത്തിരിക്കുകയാണ് റേഷൻ ഉടമകൾ. കഴിഞ്ഞ ഒരാഴ്ച കാലയേറെയായി കാലാവസ്ഥ മൂലമുള്ള ദുരിതം അനുഭവിക്കുന്നത് വേറെ. ഇത്തരത്തിൽ റേഷൻ കടകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇത്തരം ജീവിതങ്ങളെ പ്രതിസന്ധിയിലാക്കരുത്. അധികാരികൾ കണ്ണു തുറക്കുക. ക്യാമറമാൻ അനൂപിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.